പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. മൺവഴികൾ, കുളത്തിന് സമീപം കരിഞ്ഞുണങ്ങിയ പുല്ലുകൾ. വീടിന്റെ പിന്നാമ്പുറത്തുള്ള കട്ടിലിൽ മറിയം ഇരിക്കുകയായിരുന്നു. കാറ്റ് വീശി പഴയ തൂവാല കുലുങ്ങുമ്പോൾ അതിനോടൊപ്പം അവളുടെ മനസ്സും വിറക്കും. ഭർത്താവ് അബ്ദുറഹ്മാൻ പോയിട്ട് ഇന്ന് 2.5 വർഷം കഴിഞ്ഞു. അവളുടെ ജീവിതം അന്ന് നിന്നു. മറിയം ഈ വീട്ടിൽ വന്നത് 18 വയസ്സുള്ളപ്പോഴാണ്. അന്ന് അവളുടെ ചിരി മുഴുവൻ വീട് നിറച്ചിരുന്നു. അബ്ദുറഹ്മാൻ എളിമയുള്ള, സ്നേഹമുള്ള മനുഷ്യൻ. മറിയമിനോട് എപ്പോഴും പറയുമായിരുന്നു, മറിയേ, നിന്റെ കൈവേളയിൽ ഒരു സുഖമുണ്ട്, ലോകത്തെല്ലാം കിട്ടാത്തൊരു സുഖം. അവൻ പോയതിനു ശേഷം ആ വാക്കുകൾ വീടിന്റെ ചുവരുകളിൽ മങ്ങിയ ഒരു മധുരമായി നിലനിന്നു. ആളുകൾ വരും പോകും, പക്ഷേ ആരും അവളുടെ കണ്ണിലെ വേദന കാണാൻ സമയം കണ്ടെത്തിയില്ല. മകൾ ഫാത്തിമ മാത്രം ഇടയ്ക്ക് വരും. അവൾ വന്നാൽ വീടിനുള്ളിൽ ചില ചിരികൾ പരക്കും. പക്ഷേ അവൾ മടങ്ങിയാൽ ആ ശബ്ദങ്ങൾ മങ്ങിപ്പോകും. രാത്രികളിൽ മറിയം പള്ളിയിന്നുള്ള ബാങ്ക് വിളി കേട്ട് കണ്ണീരൊഴുക്കും. അവൾ പ്രാർത്ഥനയുടെ ഇടയിൽ ആ മനുഷ്യനെ ഓർക്കും. അല്ലാഹുവേ, അവനെ നിന്റെ അടുക്കൽ സന്തോഷത്തോടെ ഇരുത്തണമേ. അവൾക്ക് ജീവിതത്തിൽ ഇനി എന്താണ് ബാക്കിയെന്ന് അവൾക്കു തന്നെ അറിയില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. പക്ഷെ ഓരോ ദിവസങ്ങളും ഒരേപോലെ. വീട്ടിലെ പാചകത്തിന്റെ മണവും പഴയ അൽമാരയിലെ വസ്ത്രങ്ങളുടെ ഗന്ധവും എല്ലാം അവനെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രാമത്തിലെ സ്ത്രീകൾ വരുമ്പോൾ അവർ ചോദിക്കും, മറിയെ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്നു? അവൾ ചിരിച്ചുകൊണ്ട് പറയും, അല്ലാഹുവുണ്ട് എന്റെ കൂടെ. പക്ഷേ അതിനുള്ളിൽ എത്രത്തോളം ശൂന്യതയാണെന്ന് ആർക്കും അറിയില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും കത്തുന്ന ഓർമ്മകളുടെ തീ, എന്നാൽ പുറത്തേക്കൊരു നിശബ്ദത മാത്രം. അവൾ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചെങ്കിലും എന്തോ ബാക്കിയുണ്ടെന്ന് അവൾക്ക് തോന്നി. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെയായിരുന്നു മറിയമിന്റെ ബാല്യം. പിതാവിന്റെ ചെറുകടയും ഉമ്മയുടെ ചിരിയുമായിരുന്നു അവളുടെ ലോകം. അബ്ദുൾ റഹ്മാനെ അവൾ ആദ്യമായി കണ്ടത് ഉത്സവപ്പന്തലിലാണ്. അന്ന് അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം നിലം തൂത്ത് വൃത്തിയാക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു എന്ന് അവൾക്ക് തോന്നി. അത് കഴിഞ്ഞ് ചില ആഴ്ചകൾക്ക് ശേഷം അബ്ദുൾ റഹ്മാൻ ഉമ്മയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. അവൾ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. അവൾ ഉണ്ടാക്കിയ പലഹാരം ഉമ്മാക്കും അബ്ദുറഹ്മാനും കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതവും ഇങ്ങനെ മധുരമായിരിക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് അവളുടെ മുഖം ചുവന്നു തുടുത്തു. അങ്ങനെയായിരുന്നു അവരുടെ ബന്ധത്തിന്റെ തുടക്കം. വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ കാല് വെച്ചപ്പോൾ ഇതായിരുന്നു എന്റെ ലോകമെന്ന് മറിയത്തിനും തോന്നി. അബ്ദുറഹ്മാൻ സ്നേഹമുള്ള ഭർത്താവായിരുന്നു. എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അവൻ ശ്രദ്ധയോടെ കേൾക്കും. ഒരുമിച്ച് കഴിയുമ്പോൾ ജീവിതം ചെറുതും വലുതും ഇല്ല മറിയേ എന്ന് അവൻ പറയുമായിരുന്നു. പുലർച്ചെ പള്ളിയിലേക്കുള്ള വഴിയിൽ ഇരുവരും ചേർന്ന് നടക്കും. ആ ഓർമ്മകൾ ഇപ്പോഴും അവളുടെ മനസ്സിൽ തിളങ്ങുന്നു. അതാണ് അവളുടെ ആത്മാവിന്റെ ഓക്സിജൻ. അവൻ പോയതിനു ശേഷം ആ വഴിയിലൂടെ ഒറ്റക്ക് നടന്നപ്പോഴാണ് ജീവിതം എത്ര ശൂന്യമാണെന്ന് മനസ്സിലായത്. ഇതെല്ലാം ഓർത്തിട്ട് ചിലപ്പോൾ അവൾ ചിരിക്കും, ചിലപ്പോൾ കണ്ണീർ വീഴും. അവളുടെ മനസ്സിൽ ആ പഴയ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്നു. ആ ഓർമ്മകളാണ് അവളെ ഇന്നും നിലനിർത്തുന്നത്. പക്ഷേ അവൾക്കറിയില്ല അവളുടെ ജീവിതം പുതിയൊരു കഥയിലേക്ക് തിരിയാണെന്ന്. മറിയത്തിന്റെ ജീവിതത്തിൽ ഇപ്പോഴും അവളെ പിടിച്ചു നിർത്തുന്നത് ഒരേ ഒരു ബന്ധം മാത്രമാണ്. അത് ഫാത്തിമയായിരുന്നു. അബ്ദുറഹ്മാൻ പോയതിനു ശേഷം എല്ലാതും അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു. നഗരത്തിലെ ഒരു സ്കൂൾ അധ്യാപികയാണ് ഫാത്തിമ. ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ രോഗവും ഉമ്മയുടെ ബുദ്ധിമുട്ടും കണ്ട് വളർന്ന കുട്ടി. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് ഒരു കഠിനമായ നിലപാടുണ്ടായിരുന്നു. ഉമ്മയോട് അവൾ എപ്പോഴും പറയും, ഉമ്മ, ലോകം കണ്ട് തീർന്നല്ലോ, ഇനി വിശ്രമിക്കൂ എന്ന്. മറിയം ചിരിച്ചുകൊണ്ട് തലകുനിക്കും. പക്ഷേ അവൾക്കറിയാം ഫാത്തിമയുടെ സ്നേഹത്തിന് ഒരു മതിലുണ്ടെന്ന്. അതാണ് നിയന്ത്രണം എന്ന്. ഫാത്തിമ വീട്ടിലേക്ക് വന്നാൽ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ ഫാത്തിമയുടെ സ്വരം ഗൗരവത്തിലാവും. ഉമ്മ, എനിക്ക് പഴയ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല, എന്റെ കൂടെ വന്ന് നിൽക്കണം എന്ന്. മറിയം നിശബ്ദമായി പറയും, ഈ വീടിന്റെ ചുവരിൽ ഉപ്പാന്റെ ഓർമ്മകളുണ്ട്, അത് വിട്ടു പോരാൻ എനിക്ക് കഴിയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ഫാത്തിമ ദേഷ്യത്തോടെ പറയും, ഓർമ്മകളെ പിടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇതിനൊന്നും മറുപടി പറയാൻ വാക്കുകൾ കിട്ടാറില്ല മറിയമിന്. ഓർമ്മകളാണ് അവളുടെ ലോകം. ഒരു ദിവസം ഫാത്തിമ ഫോൺ വിളിച്ചപ്പോൾ മറിയത്തിന് മനസ്സിലായി, ഫാത്തിമയുടെ ശബ്ദത്തിൽ കരുതലിനൊപ്പം ഒറ്റപ്പെട്ടതിന്റെ വേദന ഉണ്ടെന്ന്. അവൾ എന്നെ
രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ എന്റെ ഹൃദയം കാണാതെ പോയി. അപ്പോൾ മറിയം ചിന്തിച്ചു, മോളെ ഞാൻ വളർത്തിയത് സ്നേഹത്തോടെയാണ്, പക്ഷേ അവളെ ഞാൻ സ്വതന്ത്രമാക്കാൻ മറന്നോ എന്ന്. അവളുടെ ഈ പ്രായത്തിലാണല്ലോ ഞാൻ അബ്ദുറഹ്മാനെ കല്യാണം കഴിച്ചത്. ഗ്രാമത്തിന്റെ മറുവശത്ത് പള്ളിക്ക് സമീപം ഒരു മണ്ണിന്റെ വീടുണ്ടായിരുന്നു. അതിന്റെ വാതിലിന്റെ മുന്നിൽ എന്നും ചായ കുടിച്ച് ഇരിക്കുന്നവനെ എല്ലാവരും മുക്താർക്ക എന്ന് വിളിക്കും. 49 വയസ്സുകാരനായ ഒരാൾ, മുഖത്ത് മൃദുവായ പുഞ്ചിരി, പക്ഷേ കണ്ണുകളിൽ അടിഞ്ഞുകിടക്കുന്ന ദുഃഖം ആരും കാണാറില്ല. മുക്താറിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്ത് ജോലിയും അവൻ ചെയ്യുമായിരുന്നു. ഭാര്യ ആയിഷയും കുഞ്ഞായ ഇമ്രാനുമായിരുന്നു അവന്റെ ലോകം. എന്നാൽ 5 വർഷം മുമ്പ് മഴയുള്ള ഒരു രാത്രിയിൽ അവർ കാറപകടത്തിൽ മരിച്ചു. അന്നു മുതൽ മുക്താറിന്റെ വീട്ടിലെ ചിരിയും കളിയും നഷ്ടപ്പെട്ടു. അവൻ എപ്പോഴും സുഹൃത്തിനോട് പറയുമായിരുന്നു, ജീവിതം ചിലപ്പോൾ ചായ പോലെയാണ്, മധുരം എത്ര ചേർത്താലും കയ്പ് മുഴുവൻ പോകില്ല. ഇത് കേൾക്കുന്നവർക്ക് അവന്റെ വേദന മനസ്സിലാവില്ല. ചിരിച്ചു സംസാരിക്കുന്ന അവനെ കാണുമ്പോൾ ഗ്രാമത്തിലുള്ളവർ കരുതും എത്ര സന്തോഷവാനാണെന്ന്. പക്ഷേ അവന്റെ ഉള്ളിലെ ശൂന്യത ആരും അറിഞ്ഞിരുന്നില്ല. പള്ളിവഴിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയെ എപ്പോഴും അവൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവളെക്കുറിച്ച് അവൻ പലവട്ടം ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ചതിനു ശേഷം ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീ, മകൾ നഗരത്തിൽ ജോലി ചെയ്യുന്നവൾ. ഒരു ദിവസം നല്ല മഴ പെയ്യുമ്പോൾ പള്ളിക്കു പുറത്ത് മഴ നനഞ്ഞു നിൽക്കുന്ന മറിയം. മുക്താർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ കയ്യിലുള്ള കുടയിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. നന്ദിയോടെ മറിയം അവനെ ഒന്ന് നോക്കിയിട്ട് കുടയിലേക്ക് കയറി. ആ നിമിഷം അവർക്കിടയിൽ ഒരു അജ്ഞാത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു. മഴ പെയ്തു തീർന്നു. മറിയം വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ്. അവളുടെ കയ്യിലെ ചാക്കിന് നല്ല കനമുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് ആരോ അവളോട് ചോദിച്ചു, കയ്യിലെ ചാക്കിന് നല്ല ഭാരമില്ലേ? അവൾ തിരിഞ്ഞു നോക്കി. അത് മുക്താറായിരുന്നു. ഇങ്ങ് തരൂ, ഞാൻ പിടിക്കാം. മറിയം ചോദിച്ചു, ആളുകൾ കണ്ടാൽ ഓരോന്ന് പറയില്ലേ? ഒരാളുടെ കാരുണ്യം സ്വീകരിക്കുന്നതിൽ കുറ്റമില്ല എന്ന് അവൻ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചാക്ക് മുക്താറിന് നൽകി. അവർ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. പരസ്പരം പരിചയപ്പെട്ടു. എന്റെ പേര് മുക്താർ, പള്ളിക്കടുത്താണ് താമസിക്കുന്നത്. എന്റെ പേര് മറിയം, അവൾ പറഞ്ഞു. പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചു. മറിയം അത്ഭുതപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഒരാളുടെ മുന്നിൽ ഇങ്ങനെ ചിരിക്കുന്നത്. മുക്താറിനും അതേ തോന്നലായിരുന്നു. അവർ രണ്ടുപേരും മറിയത്തിന്റെ വീട്ടിലെത്തി. അവൾ അവനോട് നന്ദി പറഞ്ഞു. ഇതിനെന്തിനാ നന്ദി? അവൻ തിരിച്ചു ചോദിച്ചു. ആ രാത്രി മറിയം ഉറങ്ങിയില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മുക്താറിനും. ഉറക്കം വരാതെ മുറ്റത്ത് ചായ കുടിച്ചിരിക്കുന്നു. ഇരുവരുടെയും മനസ്സിൽ ഒരേ ചിന്ത, ഒരാൾ വന്നിരിക്കുന്നു നിശബ്ദമായ ജീവിതത്തിലേക്ക്. അന്നു മുതൽ മറിയവും മുക്താറും വഴിയരികിലും കടകളിലുമൊക്കെ വെച്ച് കാണാൻ തുടങ്ങി. അവർ തമ്മിൽ നീളമുള്ള സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. മുക്താറിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, സംസാരിക്കാൻ മടിയുള്ളവരെ കൊണ്ടുപോലും സംസാരിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മറിയത്തിന് ഇതൊരാശ്വാസമായിരുന്നു. മുക്താറിനും അതുപോലെ തന്നെ. മറിയത്തിനെ കാണുന്ന ദിവസങ്ങളിൽ അവളുടെ ശബ്ദം ഓർത്തെടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിറം വന്നതുപോലെ അവന് തോന്നി. ഗ്രാമത്തിലെ ചിലർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതവളെ ഭയപ്പെടുത്തി. ഒരു ദിവസം മുക്താർ അവളോട് ചോദിച്ചു, നമുക്ക് നല്ലവരായിരിക്കാൻ ലോകത്തിന്റെ അനുവാദം വേണ്ട. അവൾ നിശബ്ദമായി ചിരിച്ചു. ആ ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ഗ്രാമം ചെറുതായിരുന്നെങ്കിലും അവിടെ ജീവിക്കുന്ന ആളുകളുടെ നാവ് നീളമുള്ളതായിരുന്നു. ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം വന്നാൽ അത് സംസാര വിഷയമാകും. മറിയത്തിന്റെയും മുക്താറിന്റെയും സൗഹൃദം അതിൽ നിന്ന് ഒഴിഞ്ഞില്ല. അവർ തമ്മിൽ കൂട്ടുകാരാണെന്ന് കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, എന്ത് കാലമാണിത്? വിധവയും വിധവനും ഒത്തുകൂടുന്ന കാലമോ? വാർത്തകൾ പെട്ടെന്ന് തന്നെ വീടുകളിലെത്തി. സ്ത്രീകൾ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. അവൾക്കൊരു മകളില്ലേ? ആ പെൺകുട്ടിയോട് അവൾ എന്തു മറുപടി പറയും? ഇത് മറിയത്തിന്റെ ചെവിയിലെത്തി. അവൾക്ക് നാണവും വേദനയും തോന്നി. മുക്താറിനോട് ഇതവൾ പറഞ്ഞില്ല. അവരുടെ ഇടയിൽ ചെറിയ അകൽച്ച വന്നു. ഒരു ദിവസം മുക്താർ അവളുടെ വീടിനരികിലൂടെ കടന്നു പോകുമ്പോൾ അവൾ പുറത്തു നിൽക്കുന്നത് കണ്ടു. അവൻ അവളോട് പറഞ്ഞു, ആളുകൾ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് മനസ്സമാധാനമല്ലേ വേണ്ടത്? മറിയം ഒന്നും മിണ്ടാതെ ചിന്തിച്ചു. പറഞ്ഞാൽ അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അവർ പറഞ്ഞോട്ടെ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ആ രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല.
ഫാത്തിമയുടെ മുഖം അവളുടെ കണ്ണിൽ തെളിഞ്ഞു. മോൾ ഇതറിഞ്ഞാൽ എന്ത് ചിന്തിക്കും? സമൂഹത്തിന്റെ സംസാരം അവളുടെ മനസ്സിൽ ഭാരം നിറച്ചു. പക്ഷേ മുക്താറിന്റെ വാക്കുകൾ അവൾക്ക് കരുത്തേകി. അവൾ മനസ്സിൽ പറഞ്ഞു, നാവുകൾ നിൽക്കില്ല, പക്ഷേ സത്യം നിലനിൽക്കും. അന്ന് പള്ളിവഴി കടന്നു പോകുമ്പോൾ അവൾ തല താഴ്ത്തിയില്ല, നേരെ നോക്കി നടന്നു. ഒരു പുതിയ ആത്മവിശ്വാസം അവളുടെ നടത്തത്തിൽ ഉണ്ടായിരുന്നു. നഗരത്തിലെ ക്വാർട്ടേഴ്സിലിരുന്ന് ഫാത്തിമ ഫോണിൽ നോക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു പഴയ സുഹൃത്ത് അവളുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഫാത്തിമ, നിന്റെ ഉമ്മയെ ഇന്നലെ മുക്താറിനൊപ്പം കണ്ടല്ലോ. ഗ്രാമത്തിൽ മുഴുവൻ ഇപ്പൊ അതാണ് വിഷയം. ഫാത്തിമയുടെ കൈ വിറച്ചു, ഹൃദയം വേദനിച്ചു. ഇന്റെ ഉമ്മയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നിങ്ങൾക്ക് ആള് മാറിയതാവും. തന്നെ വളർത്തിയ ഉമ്മയെ അവൾ ആലോചിച്ചു. ഉമ്മ അങ്ങനെ ചെയ്യോ? അവളുടെ മനസ്സിൽ കോപം നിറഞ്ഞു. അവൾ ഫോൺ എടുത്ത് ഉമ്മയെ വിളിച്ചു. ഉമ്മ, ഞാൻ കേട്ടത് സത്യമാണോ? ഉമ്മാക്കിപ്പോ മുക്താറിനൊപ്പമാണോ കൂട്ട്? മറിയം മിണ്ടാതെ നിന്നു. മോളെ, അതിലെന്താ തെറ്റ്? ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളോ? ഉമ്മ, നിങ്ങൾക്ക് വയസ്സായില്ലേ? ഉപ്പ പോയിട്ട് കുറെ കാലൊന്നും ആയിട്ടില്ലല്ലോ. ഫാത്തിമയുടെ ഹൃദയം തകർന്നു പോയി. ഉമ്മ ഉപ്പാനെ മറന്നൂല്ലേ? ആ വാക്കുകൾ മറിയത്തിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. മോളെ, ഉപ്പാനെ ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ എനിക്കൊരു ജീവിതം വേണ്ടേ? എനിക്ക് സംസാരിക്കാൻ ഒരാൾ വേണ്ടേ മോളെ? ഫാത്തിമ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. അവളുടെ മനസ്സിൽ ഒരുമിച്ച് കോപവും ദുഃഖവും നിറഞ്ഞു. അവൾക്കുമ്മയെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു വലിയ മതിൽ ഉയർന്നു. അന്ന് രാത്രി മറിയം പ്രാർത്ഥന കഴിഞ്ഞ് നീണ്ടു നിൽക്കുന്ന നിശബ്ദതയിൽ ഇരുന്നു. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫാത്തിമയുടെ ശബ്ദം അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി. പിന്നീട് മുക്താർ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ചിരിക്കാതെയായി. അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി നൽകാതെയായി. ഒരു ദിവസം മുക്താർ അവളോട് ചോദിച്ചു, മറിയേ, എന്താ നിനക്ക് പറ്റിയത്? ഇപ്പോൾ എന്താ നീ പഴയ പോലെ എന്നോട് സംസാരിക്കാത്തത്? എന്റെ മോളെ വിഷമിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അതെനിക്ക് സന്തോഷം തരില്ല. മുക്താർ ആ വാക്കുകൾ കേട്ടപ്പോൾ നിശബ്ദമായി തല താഴ്ത്തി. ഇരുവരുടെയും ഇടയിൽ ആദ്യമായി ദൂരത്തിന്റെ മതിൽ ഉയർന്നു. മറിയം മുക്താറിനോട് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. ആ സമയം അവൾക്ക് തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. ഫാത്തിമയുടെ കോപം അവളുടെ മനസ്സിൽ മുഴങ്ങി. അവൾ മുറിയിലേക്ക് പോയപ്പോൾ അബ്ദുറഹ്മാന്റെ പഴയ ഫോട്ടോകൾ അവളെ നോക്കി ചിരിക്കുന്നു. ഫോട്ടോ നോക്കി അവൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലേ? ഇത്രയും കാലം നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ പിടിച്ചു നിന്നു. ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ഒറ്റക്കായ പോലെയാണ്. എന്നെ കേൾക്കാനും മനസ്സിലാക്കാനും എനിക്കൊരാൾ വേണം. എന്റെ വേദന മോൾക്ക് മനസ്സിലാകുന്നില്ല. അവളുടെ സ്നേഹവും എനിക്ക് വേണം. അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ജീവിക്കാൻ ഒരു കൂട്ട് വേണം. എന്റെ മോളെ മനസ്സൊന്ന് മാറ്റിത്തരണേ റബ്ബേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മറിയത്തിന് മനസ്സിലായി, സ്നേഹം മാത്രമല്ല സഹനവും വേണമെന്ന്. ഫാത്തിമയും മുക്താറും ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് അവൾക്ക് വേണ്ടതെന്ന് അവൾ തീരുമാനിച്ചു. അവളുടെ ആദ്യ സ്നേഹമായ ഫാത്തിമയെ ആദ്യം തണുപ്പിക്കണം. ജീവിതം എൻ്റെ ഹൃദയത്തിന്റെ ആവശ്യമാണ്, എന്നാൽ മോളെ ഒന്നിനും ക്ഷീണിപ്പിക്കരുത് എന്ന് അവൾ തീരുമാനിച്ചു. അവളുടെ ഹൃദയം അല്പം ശാന്തമായി. എന്നാൽ അവളുടെ മനസ്സിന്റെ വേദനയും കോപവും ഒന്നും അറിയാതെ മുക്താർ കാത്തിരിക്കുന്നു. ഒരു വൈകുന്നേരം മറിയം മുറിയിലിരുന്ന് ആലോചിച്ചു, ജീവിതത്തിന് പുതിയൊരു അർത്ഥം വേണം. അവൾ മുക്താറിനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്നു നിന്നോടൊപ്പം. പക്ഷേ ഫാത്തിമയെ വിഷമിപ്പിക്കരുത് എന്നവൾ പറഞ്ഞു. മുക്താറിന് സമ്മതമായിരുന്നു. രാവിലെ ഫാത്തിമ വീട്ടിലെത്തിയപ്പോൾ മറിയം പറഞ്ഞു, നീ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് പോയ സന്തോഷം കണ്ടെത്താൻ ഞാൻ മുക്താറിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ ഫാത്തിമ ശബ്ദമുയർത്തി, ഉമ്മ, ഇപ്പോൾ ഈ പ്രായത്തിലാണോ ഉമ്മാക്ക് വിവാഹം കഴിക്കേണ്ടത്? മറിയം മെല്ലെ പറഞ്ഞു, അവൻ എന്റെ ജീവിതത്തിൽ കരുണയും സ്നേഹവും നൽകിയ ആളാണ്. അതെനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ. നിന്നെ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും. വീട്ടിലേക്ക് മുതിർന്നവർ വന്നു. അവൾ ധൈര്യത്തോടെ തീരുമാനം അറിയിച്ചു. കുറച്ചുപേർ അവളെ കളിയാക്കുകയും കുറച്ചുപേർ പ്രതികരിക്കുകയും ചെയ്തു. ഫാത്തിമ കോപിച്ചു നിന്നു. പക്ഷേ ഉമ്മയുടെ സ്നേഹവും ഉത്തരവാദിത്വവും അവൾക്ക് മനസ്സിലായി. കണ്ണിൽ കണ്ണീർ നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഇതിലാണ് സന്തോഷം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തോ. തന്നെ മറിയം പുതിയ ജീവിതത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ചു. മുക്താർ
അവളുടെ കൈ പിടിച്ചു. നമ്മൾ പുതിയ ജീവിതം തുടങ്ങുന്നു എന്ന് പറഞ്ഞു. മറിയം സന്തോഷത്തോടെ ചിരിച്ചു. മറിയവും മുക്താറും വിവാഹം കഴിക്കാൻ പോകുന്നത് ഗ്രാമത്തിൽ അറിഞ്ഞു. എല്ലായിടത്തും അതൊരു ചർച്ചാ വിഷയമായി മാറി. ഫാത്തിമയോട് ചിലർ ചോദിച്ചു, നിന്റെ ഉമ്മാക്ക് പ്രായമായില്ലേ? ഒരു ഉമ്മുമ്മ ആവേണ്ട സമയത്താണോ ഇപ്പൊ വീണ്ടും വിവാഹം കഴിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ഫാത്തിമക്ക് ദേഷ്യം വന്നു. പക്ഷെ അവൾ ഉമ്മയെ പറ്റി ഓർത്തു. അതോടെ അവളുടെ ദേഷ്യം മാറി. ആളുകൾ എന്തും പറയട്ടെ, എനിക്ക് മനസ്സിന് സമാധാനം വേണം. മുറ്റത്തുണ്ടായിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും വിമർശിച്ചു. ഫാത്തിമക്ക് അതൊന്നൊരു പ്രശ്നമായി തോന്നിയില്ല. വിവാഹം കഴിഞ്ഞു. മറിയവും മുക്താറും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം മുതൽ തന്നെ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. മറിയം നേരത്തെ ഭയപ്പെട്ടതുപോലെ ഫാത്തിമയുടെ ദേഷ്യവും ഗ്രാമത്തിന്റെ കോപവും മുക്താറിന്റെ സ്നേഹത്തിലും കരുതലിലും അവളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി. പുതിയ ജീവിതം അവളുടെ ഹൃദയത്തിന് സമാധാനം നൽകി. ഗ്രാമം ഇപ്പോൾ അവരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. മറിയത്തിനും മുക്താറിനും കിട്ടിയ പോലെയുള്ള സ്നേഹം ഇതുപോലെ കഴിയുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന് അവർ പറഞ്ഞു. ഫാത്തിമ നഗരത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റം നേരിട്ട് കണ്ടു. മറിയവും മുക്താറും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും ആശങ്കയും നിറഞ്ഞു. പക്ഷേ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഉമ്മയുടെ മുഖത്ത് തിളങ്ങിയ സ്നേഹവും ശാന്തിയും അവളുടെ മനസ്സിനെ ശാന്തമാക്കി. അവൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഒന്നും മനസ്സിലാക്കാതെ ഞാൻ ഉമ്മാനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ഉമ്മാടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. മറിയം തല താഴ്ത്തി ചിരിച്ചു. മോളെ, നീ എന്നെ മനസ്സിലാക്കിയല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഉമ്മയുടെ സ്നേഹവും കരുതലും മതിയായിരുന്നു അവളുടെ കോപവും ഭയവും ആശങ്കയും എല്ലാം പരിഹരിക്കാൻ. ഈ പ്രായത്തിൽ ഉമ്മാക്ക് സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്. അത് ഞാൻ ഒരിക്കലും ഇല്ലാതെയാക്കില്ല. അവൾ മുകളിലേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരി ചിരിച്ച് ഉമ്മയുടെ കൈകൾ പിടിച്ചു. ഉമ്മ, എന്ത് വന്നാലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. മറിയം കണ്ണു നിറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു, മോളെ, നീ എന്നെ മനസ്സിലാക്കിയല്ലോ. നീയും സന്തോഷിക്കണം. അതാണ് എനിക്കും സന്തോഷം. ജീവിതം സമാധാനത്തോടെ മുൻപോട്ട് പോകണം. അന്ന് വൈകുന്നേരം മറിയവും മുക്താറും ഫാത്തിമയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾ കടന്നുപോയി. മുക്താറും മറിയവും രാവിലെ പള്ളി വഴിയിലൂടെ നടന്ന് പച്ചക്കറി വാങ്ങാൻ പോകും. വഴിയിലുണ്ടായിരുന്ന ചെറിയ കുട്ടികൾ അവരോട് ചിരിക്കുകയും സൗമ്യമായി പെരുമാറുകയും ചെയ്യും. അപ്പോൾ മുക്താർ മറിയത്തിനോട് പറയും, ഇവരുടെ ഈ സന്തോഷം നമ്മൾക്ക് എത്ര സന്തോഷമാണ് നൽകുന്നതില്ലേ? അപ്പോൾ മറിയം പുഞ്ചിരിച്ച് മറുപടി നൽകും, ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കണം.